വളരെ ചുന്ദരിയായിട്ടുണ്ട്. അഴക് മാപ്പിള. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ തന്നെ തല്ലി കൊല്ലുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ ചലഞ്ചിന്റെ പേര് 5 സെക്കൻഡ്സ് ചലഞ്ച്. അപ്പോൾ നമ്മുടെ 5 സെക്കൻഡ്സ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ ചലഞ്ചിന്റെ നിയമങ്ങളും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും ഗൈസ്. അത് എനിക്കിട്ട്. അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ 5 സെക്കൻഡ്സ് ചലഞ്ച് ആണ്. ഇതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു തരാം 5 മിനിറ്റ് ആക്കാന്ന്, പക്ഷെ സമ്മതിച്ചില്ല. 5 മിനിറ്റ് നമ്മൾ ഈ ചലഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ 5 സെക്കൻഡ് പറ്റൂല, 7 സെക്കൻഡ് ആക്കാം, പിന്നെ 10 സെക്കൻഡ്, പിന്നെ 5 മിനിറ്റ് വരെ. പിന്നെ നമ്മളത് അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഞാനൊരു ക്വസ്റ്റ്യൻ ഒരാൾക്ക് ചോദിക്കും, അതിന്റെ ഉത്തരം 5 സെക്കൻഡിനുള്ളിൽ പറയുക. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും, പണിഷ്മെന്റ് ഉണ്ട്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ 5 സെക്കൻഡ്സിനുള്ളിൽ പറയണം ഗൈസ്. ഇല്ലെങ്കിൽ പറയാത്തവർക്ക് പണിഷ്മെന്റ് ഉണ്ട് ഗൈസ്. അത് വേറെ മേക്കപ്പ് മാവ് വെച്ച് മേക്കപ്പ് നമ്മളൊന്ന് വെളുപ്പിക്കും ഗൈസ്. അപ്പൊ എന്തായാലും പൊന്നെ ഒന്നുകൂടെ വെളുക്കാൻ തയ്യാറായിട്ടിരിക്കുക. കാരണം മാവ് വെച്ച് ഞങ്ങളെ പെരട്ടി എടുക്കും ഗൈസ്. നമുക്ക് കാണാം ഗൈസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ റൗണ്ടിലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഞാനാണ്. ഞാൻ പൊന്നാലിപ്പോ ടൈം സെറ്റ് ചെയ്യണമല്ലോ. അതിന് നമുക്ക് ടൈം ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. അപ്പം 5 സെക്കൻഡ്സേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ പൊന്നാട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ പൊന്നെ കറക്റ്റ് ആ 5 സെക്കൻഡ്സ് ഉത്തരം വേണമെങ്കിൽ അവള് വിജയിക്കും. ഇല്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. അതെന്താ? ഞാൻ ആൻസർ പറയുള്ളൂ. ലെജൻഡ് അല്ലേ? നോർമൽ കേസ് വരുമ്പോ നിങ്ങൾ തോറ്റു പോകും. അമ്മാരുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ഇരിക്കുന്നത്. അത് വേണ്ട. കേസ് അപ്പൊ പൊന്നാക്കി പണി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ചോദിക്കട്ടെ? ഏറ്റവും ഞാൻ തയ്യാറാണ്. ഓക്കെ. ഹിന്ദി സിനിമയിൽ, അതായത് ബോളിവുഡ് സിനിമയിലെ 3 നടന്മാരുടെ പേര് പറയണം. 5 സെക്കൻഡ്സിൽ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട്. ഷാരൂഖ് ഖാന്, സൽമാൻ ഖാന്, ഋത്തിക് റോഷൻ. ഓ 5 സെക്കൻഡ്സ് 4 സെക്കൻഡ്സ് ചെയ്യാനാ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടം ഋത്തിക് റോഷനെ കേട്ടോ. ഋത്തിക് റോഷൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. എങ്ങനോ ജയിച്ചതാ എനിക്കറിയത്തില്ല. എനിക്ക് എത്ര പേരുകൾ അറിയാം. ചോദിക്കരുത്. അല്ല, അതിപ്പോ നിങ്ങളുടെ മുഖത്ത് തീരാനുള്ളതേ ഉള്ളൂ. ചോദിക്കുന്നത് ഞാനാണെങ്കിലും ഉത്തരം പറയേണ്ടത് നിങ്ങളാണല്ലോ. ഒരു കാര്യം, ചോദ്യം ചോദിക്കുന്നവർക്ക് ഇത് ഉത്തരം കൂടെ അറിഞ്ഞാൽ നല്ലത്. ശരിയേ. ഓക്കെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ, അതായത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലെ ഒരു 4 പേരുടെ പേര് പറയാം. ജോബിൻ, സഞ്ജു, ലിൻഡ. വേറെ കുറെ പേരുണ്ടോ? എനിക്ക് പെട്ടെന്ന് ക്യാച്ച് അത്ര പേര് വേണം. ഞാൻ ജയിച്ചിരിക്കുന്നു. ആര് ജയിച്ചിരിക്കുന്നു? അങ്ങനെ ജയിക്കില്ല. മാവടെ വിഷമിച്ചിരിക്കുന്നു. എന്നെ നാളെ ദോശക്കല്ലി കേറ്റില്ലേ എന്നും പറഞ്ഞിട്ട് ഒരു ചാൻസുകളൊക്കെ തരാറ്. ഞാൻ ചാൻസ് ഒന്നുമില്ലേ? 5 സെക്കൻഡ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് 5 മിനിറ്റ്. അത് വേണ്ട. പെട്ടെന്ന് ഒന്ന് മുങ്ങി കുളിക്കുന്നു പോന്നു. വേണ്ട, ഞാൻ തേച്ചേ കുറച്ചേ ഉള്ളു. കുറച്ച്. ഹായ്, കാതിലൊരു കമ്മല്. നന്ദിയുണ്ട്. ഓക്കെ. ഇല്ല, അത് വലിയ കുഴപ്പമില്ല. അങ്ങനെ എന്നോട്ടെ. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് തോറ്റു. നല്ല രസമുണ്ട്. പക്ഷെ എനിക്കിതോടെ ഫുൾ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. ഓക്കെ, ഇനി കിടപ്പുണ്ടല്ലോ. എത്ര റൗണ്ടാ നമുക്ക് കിടക്കുന്നേ? നിങ്ങളൊന്ന് കുളിച്ച് മരിക്കും. കലിപ്പ് തീർക്കും എന്നോടുള്ള. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ വന്നപ്പോ, മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച 3 സിനിമകൾ 5 സെക്കൻഡ്സിനുള്ളിൽ പറയാ. ടൈം സ്റ്റാർട്ട് നൗ. ഹരികൃഷ്ണൻസ് മാത്രമേ എനിക്കറിയൂ. അയ്യോ, ഞാൻ വിചാരിച്ചേ ബാക്കി എന്തോ സിനിമകളുടെ പേര് പറയാൻ വേറെ കുറെ സിനിമ ഉണ്ട്. ഓർമ്മയില്ല.
ആ മാമി കേട്ടോ ചക്കരേ നീ തന്നെ ചിക്കാൻ പറ്റില്ല ഞാൻ നിന്നെ സ്നാനപ്പെടാം. ഞാൻ ചെയ്തു അഹങ്കാരം കാണിക്കത് അഹങ്കാരം കാണിക്കത് ആക്രാന്തം ഓക്കെ സെറ്റ് സൗന്ദര്യം കൂടിയോ ഞാൻ പണ്ടേ എങ്ങനെയാ എന്ത് ചെയ്താലും എനിക്ക് സൗന്ദര്യം കൂടി. സൂപ്പർ താങ്ക് യു. ഗൈസ് അപ്പൊ എനിക്ക് കിട്ടിയ പണി അതേപോലെ ഞാൻ തിരിച്ച് പനാക്കും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഒരു ചെറിയൊരു നിർവൃതിയൊക്കെ തോന്നുന്നുണ്ട്, ഒരു സന്തോഷം ആഹ്ലാദം. എങ്ങനെയെങ്കിലും പണി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ചോദിച്ചു. അപ്പം എന്റെ ക്വസ്റ്റ്യൻ ഏറ്റുവാങ്ങാൻ താങ്കൾ തയ്യാറാണോ സാർ? അതെ അതെ ചോദിക്കും. നീ നിന്റെ ശരവേഗത്തിൽ വരുന്ന അമ്പുകളെ. എന്റെ ക്വസ്റ്റ്യൻസ് ഇതാണ്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. കേരളത്തിലെ 7 ജില്ലകളുടെ പേര് പെട്ടെന്ന് പറയാ. എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂര്, ഇടുക്കി, കോട്ടയം. 9 ജില്ലകൾ ഞാൻ പറഞ്ഞു. 9 ജില്ലകൾ ഞാൻ പറഞ്ഞു. പറഞ്ഞിട്ടെന്ന് പറയാൻ 5 സെക്കൻഡ്സിനുള്ളിൽ ഞാൻ 9 ജില്ലകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പോയിട്ട് ഞാൻ 14 ഞാൻ പറഞ്ഞു. മിണ്ടാതിരിക്കുക നീ കള്ളക്കളി. കള്ളക്കളിയാ. അതെ അതെ സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇവള് പറഞ്ഞ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജയിച്ചു ഞാൻ നിനക്ക് പണി തരാൻ പറ്റില്ല. അപ്പൊ പണി തരാം നിനക്ക്. അത് പറ്റൂല. തോറ്റവർക്ക് മാത്രമേ ഉള്ളൂ പണിഷ്മെന്റ്. ജയിക്കുന്നവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനുള്ള അധികാരം. ഞാൻ ചോദിക്കാൻ പോണേ. നിന്നോട് ഞാൻ എന്ത് ചോദിക്കാം. അപ്പൊ ഞാൻ പൊന്നായിട്ട് ചോദിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ഒരു കേൾപ്പൊക്കെ ഇല്ല ശരി പറഞ്ഞാൽ. എന്തായാലും ഇവൾക്ക് ഇതും പണി കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല. ഇംഗ്ലീഷ് വാക്ക് വരുന്ന, അതായത് ഇംഗ്ലീഷ് വേർഡിലുള്ള 3 മലയാള സിനിമകൾ 5 സെക്കൻഡ്സിലുള്ള പറയാ. സ്റ്റാർട്ട്. ക്യാപ്റ്റൻ, നോട്ട്ബുക്ക്. എനിക്കറിയാം അത് മുന്നേ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ആണ്. അല്ല അടുത്ത അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ കൊല്ലോ. ഞാൻ ചെയ്തു ഇങ്ങനെ പൊളിയായിട്ടുണ്ട്, സുന്ദരായിട്ടുണ്ട്. പൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിയേ സുന്ദരിയായിട്ടുണ്ട്. എത്ര ആളായിരുന്നു? ചെറുതായിട്ടാ. കുഴപ്പമില്ല. നെക്സ്റ്റ് എനിക്കാണല്ലോ അവസരം, ഞാനത് മുതലെടുക്കും. അപ്പോ ഈ റൗണ്ടിൽ ഞാൻ തോറ്റിരിക്കുകയാണ്. ഈ റൗണ്ടിൽ നല്ല ഈ ഗെയിം കഴിയുന്ന. ഓ ഇപ്പൊ ലീഡ് ചെയ്തിരിക്കുന്ന നിങ്ങളല്ലേ? നീ 2 വട്ടം തോറ്റു. എനിക്ക് ഇത്തവണ അവസരമുണ്ട്. ഈ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആവും. തോക്കണേ പഠിച്ചോനെ. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഈ 2 കഴിയുമ്പോ പൊന്നായ എണ്ണയിലിട്ട് പൊരിക്കേണ്ട. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, നമ്മളിപ്പോ സ്ഥിരം കാണുന്ന ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ സ്ഥിരമില്ല എന്നാലും നമ്മൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ബിഗ് ബോസിലുണ്ടായിരുന്ന ഔട്ടായി പോയ 5 പേരുടെ പേര് പറയാം. ഗബ്രി, 5 പേര്. ഗബ്രി, അപ്സര, 5 പേരൊക്കെ പറയാൻ പറ്റില്ല. ഭയങ്കര മോശമായിട്ടുള്ള 5 സെക്കൻഡ് 5 പേര് ഔട്ടായി പോയി. എങ്ങനെ ആലോചിക്കാൻ അയ്യോ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ട്. ഈ റൗണ്ട് കൊള്ളത്തില്ല. നമുക്ക് അടുത്ത കളിക്കാൻ. അടുത്ത റൗണ്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത്. അയ്യോ അതൊക്കെ ഭയങ്കര മോശമായി. 10 പേരെ ചോദിക്കേണ്ടായിരുന്നു. എല്ലാരും എന്നെ ചീത്ത വിളിക്കായിരിക്കും. 5 സെക്കൻഡ് 5 പേരുടെ ഹായ് എക്സ്ട്രാ തേക്കാൻ പാടില്ല. നോ കണ്ണാടി നോക്ക്, നല്ല ഭംഗി. നോക്ക് കണ്ണാടി. ഗൈസ് അപ്പൊ അവള് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. പക്ഷെ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര പേരുടെ പേര് പറഞ്ഞു? 2 പേരുടെ പേരെ കണ്ടു. 3 പേര്. 3 പേര്. 4 പേര് പറയാൻ നിങ്ങൾക്കല്ലേ നല്ലോണം അറിയാവുന്നേ, പറയണ്ടേ ഇല്ലേ? അപ്പൊ ഗൈസ് എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടാം. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു കേട്ടോ. അല്ല മഹാവ്. ചോദിക്കട്ടെ. ഗൈസ് അപ്പൊ ഞാൻ പൊന്നാ കൊടുക്കാൻ പോകുന്നത്
മലയാള സിനിമയില് മാ വെച്ച് തുടങ്ങുന്ന 4 പാട്ടുകൾ 5 സെക്കൻഡ്സിനുള്ളിൽ പറയുക. സ്റ്റാർട്ട്. അയ്യോ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അയ്യോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും. ഇനി എന്തിനു ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒന്നുപോലും ഓർമ്മ ഒന്നില്ല. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും നാളം വഴി മാവത്തിട്ട് ഏതോ പാട്ട് വരണ്ട. ഓ നിങ്ങളില്ല ഈശ്വര ഇതിനുള്ള പണി നിങ്ങൾക്ക് കൊടുക്കണേ. എന്റെ തലയിലും കൂടി ഇട്ട് തട്ടുന്നു ഇതിന്. സന്തോഷം. ഒരു ഫോട്ടോ എടുത്തോ. വളരെ ചുന്ദരിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാനാണ് ചോദിക്കുന്നത്. എനിക്കറിയാത്ത മേഖലയാണ് മലയാള സിനിമ. മലയാള സിനിമ എന്നല്ല, ഒരു സിനിമ അറിയത്തില്ല. അറിയാത്ത മേഖലയിൽ കയറി നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പൊ ഞാനിനി അങ്ങോട്ട് തന്നെ വരാം. പക്ഷെ ആധ്യാത്മികമായിട്ടൊന്നും ചോദിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, കാവ്യമാധവനും ദിലീപ് ഒരുമിച്ച് അഭിനയിച്ച 4 സിനിമയുടെ പേര്. മീശമാധവൻ, നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇത് ഈ സമയത്തിനുള്ളിൽ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. സിനിമകളുടെ വിഷ്വൽസ് ഒക്കെ ഓർമ്മയുണ്ട്, പക്ഷെ സിനിമയുടെ പേര് കിട്ടുന്നില്ല. മറ്റേ 2020 മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാം, മീശമാധവൻ, പിന്നെ അതുപോലെ ദിലീപ് മെഡിക്കൽ ഡോക്ടറായിട്ട് പോകുന്ന സിനിമ, ചന്ദ്രൻ ഇരിക്കാനിരിക്കലോ, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്ത് ചെയ്യാനാ. അപ്പൊ നമുക്ക് നടത്തണുണ്ട് ഇപ്പൊ പോവാമേ. അല്ല ഇതിപ്പോ നമ്മളിപ്പോ എന്താ ഇത് തേക്കെന്തായാലും. അയ്യോ എന്താ പറയാൻ വന്നേ. മീശ എന്ന് പഠിപ്പിച്ചിട്ടില്ല. ചിരിപ്പിക്കണടി, ഫ്രണ്ടി വെച്ചിട്ട് ചിരിപ്പിക്കുന്ന. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പണിഷ്മെന്റ് തരുന്ന, നിങ്ങൾ എനിക്ക് പണിഷ്മെന്റ് തരുന്ന. ചിരിപ്പിക്കുന്ന കാര്യം പറയല്ലേ. ഇവിടെ ഫുള്ള് കുളിപ്പിച്ച് ശ്വാസം വിടുകയേ ചെയ്യരുത് കുറച്ച് സമയത്തേക്ക്. മതി മതി, നോക്കട്ടെ നോക്കട്ടെ. അയ്യോ കാണിച്ചേ. നല്ല രസമാണല്ലേ ആ മീശ ഫുള്ള് നരച്ച നല്ല രസം. കിളവനായ നല്ല രസമായിരിക്കും കാണാൻ. മീശയിൽ ഈ മാവ് കയറിട്ടെ ശ്വാസം വലിയോ മീശ ഓരോ തലയായിട്ട് അങ്ങനെ ഒരു റിസ്കി ഫാക്ടർ ഉണ്ടല്ലേ. കുഴപ്പമില്ല, അപ്പൊ അടുത്ത വട്ടം മീശ. ശരിക്കും ഈ പണി തന്നെ, ശരിക്കും പണി തന്നെ. ഇവർക്ക് 1.5 മണി തിരിച്ചു കൊടുക്കണം. എനിക്ക് ശ്വാസം പൊട്ടുന്നു ഗായ്സ്. കരയാണോ ചിരിക്കാണോ? വെറുതെ ഇത് മീശയിലിരിക്കുന്ന പോവാൻ വേണ്ടിട്ടുള്ള അങ്ങ് മൂക്കി കയറി കണ്ണൊക്കെ ഞാൻ പൊന്നായിട്ട് ചോദിക്കാൻ പോവാനേ. ചോദിക്കട്ടെ ചോദിക്കട്ടെ. ഓക്കെ 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 ഓക്കെ. 5 സെക്കൻഡ്സിനുള്ളിൽ പുഴ വരുന്ന 4 സ്ഥലങ്ങൾ പറയണം. 5 സെക്കൻഡ്സിൽ പുഴകൾ ലാസ്റ്റ് വരുന്ന 4 സ്ഥലങ്ങൾ പറയുക. അപ്പോൾ നിന്റെ സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആലപ്പുഴ, അമ്പലപ്പുഴ, മലമ്പുഴ, മുതിരപ്പുഴയോ? പുഴയുണ്ട്, മുതിരപ്പുഴ. അങ്ങനെ ഒരു പുഴയുണ്ട്. മുതിരയാണ് മുതിരപ്പുഴ. എന്താ പുഴയായാലും 4 സെക്കൻഡ് 5 സെക്കൻഡ് ആയി പറഞ്ഞില്ല. 3 പാടഞ്ഞുള്ളൂ. പണി തന്നെ ചക്രപ്പണ്ണി മൂക്കിലാക്കോളി. അയ്യോ ഇതെന്തുവാ ഇത്?
ചുണ്ടിലേക്ക് ലിപ്സ്റ്റിക് ഇട്ടപോലെ. ഞാൻ ചുണ്ട് മറന്നു പോയച്ച്. ഗൈസ് അങ്ങനെ പെണ്ണൊക്കെ നല്ലൊരു ഇപ്പൊ ഊതിക്കളയോ? ഓക്കെ ആണോ? നന്ദിയുണ്ട് വളരെയധികം. താങ്ക് യു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നിനക്ക് ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട് എന്നെ കാണാൻ. ഇനി അടുത്തത് ഞാനാണെ ചോദിക്കാൻ പോകുന്നത്. അയ്യോ എനിക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റണേ. ചോദിക്കൂ. നമ്മുടെ ഇൻവേർട്ടർ കരഞ്ഞു തുടങ്ങി. ഓക്കെ, ഇനി അടുത്തത് ഞാനാണ് ചോദിക്കുന്നേ. എന്താ ചോദിക്കുന്നതെന്ന് എനിക്കറിയാതെ. ഓക്കെ, നിങ്ങള് ഫോണ് അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് ഒരു 4 കപ്പിൾ യൂട്യൂബേഴ്സിന്റെ പേര് പറയാം. കപ്പിൾ യൂട്യൂബേഴ്സ് അംജിത് ടോക്സ്. എനിക്ക് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫ്രണ്ട്സ് കുറെ പേര് കിടപ്പില്ലേ? ഇന്നലെ കൂടെ വെറുതെ ഇരുന്നപ്പോ നിങ്ങളുടെ ചോദിച്ചല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലിലെ കപ്പിൾസ് ആരൊക്കെയാണെന്ന് അല്ലേ? അങ്ങനെ ചോദിച്ചപ്പം വിചാരിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പണികള് എവിടെന്നെങ്കിലൊക്കെ വരും. ഇത് നേരത്തെ തരണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിച്ചിട്ട് രസം വരുന്നില്ല. വരുന്നുണ്ടോ? നിന്റെ മോന് ഭയങ്കര രസമാടാ. നീ ഇത് പണി മേടിച്ച് കൂട്ടാൻ മുടി കാണാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. നോക്കിയേ മുടി നോക്കിയേ. മറ്റില്ല ലൈറ്റ് വെച്ചുന്ന ഒരു സാധനം ഇല്ല, പഴയ ഒരു അതിന്റെ തുമ്പത്ത് ലൈറ്റ് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ரொம்ப ഓവറാ പോச்சு. ഗയ്സ് അപ്പോൾ ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഫോൺ എടുത്ത് ഫോണൊക്കെ എടുത്ത് ഒളിപ്പിച്ചു ഉള്ളൂ. ഗയ്സ് ഇത് ലാസ്റ്റ് റൗണ്ട് ആണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, പൊന്നത് തെറ്റുത്തരം പറയാം. അപ്പൊ പൊന്നാക്ക് പണം കൊടുക്കും. പിന്നെ പൊന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ആൻസർ പറയും. ഗയ്സ് അപ്പൊ അത്രയും കൂടെ ഉള്ളൂ. ഇപ്പൊ ആരാ ജയിച്ചിരിക്കുന്നത്? ഞാൻ. നീയാണ് ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് മേടിച്ചിരിക്കുന്നത്. വെൽക്കം. ചോദിക്കട്ടെ. ഓക്കെ, ഇതിൽ ഞാൻ എന്തായാലും വിൻ ചെയ്താൽ ഞാനായിരിക്കും വിന്നർ. ചോദിക്കട്ടെ. ആയിരിക്കും. ഞാൻ മാത്സ് ഒക്കെ ഞാൻ പൊന്നാട് ചോദിക്കാൻ പോകുന്ന വേറൊന്നുമല്ല. 3 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർമാരുടെ പേര് പറയുക. നരേന്ദ്രമോദി. കഴിഞ്ഞു. നരേന്ദ്രമോദിജി. ഒറ്റ പേര് പറഞ്ഞോളൂ, നരേന്ദ്രമോദി. അങ്ങനെ ഊതാതെ വരൂ. ഊതാതെ വരാം. നീ എന്താ കാണിക്കുന്നത്? നീ ഇങ്ങോട്ട് വന്നേ. അടാ ഇത് ഇച്ചിരി ആയല്ലോടാ. ഇച്ചിരി ആയിട്ടുള്ളടാ. നീ എന്താ ബൂമറി വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടോ എന്നോടൊപ്പം? കണ്ണിലെങ്ങനെ പോയാ കണ്ണടച്ചു പോയാൽ തലമുടി എന്റെ സൂപ്പർ ആയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്ത് ചോദ്യം ചോദിച്ചാ ഇങ്ങനെ ഒന്ന് തോപ്പിക്കാൻ പറ്റുന്നേ? ഫോൺ മൊത്തം മാറായി. എന്ത് ചോദ്യമാണോ ഞാൻ ചോദിക്കാൻ പോണേ? എന്ത് ചോദ്യമാണോ ഞാൻ ചോദിക്കാൻ പോണേ? എന്ത് ചോദ്യമാണോ ഞാൻ ചോദിക്കാൻ പോണേ? നീ പെട്ടെന്ന് ആക്ടിവിറ്റി പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് ചെയ്യും. പണി കൊടുക്കത്തക്കവണ്ണമായിട്ടുള്ള എന്താണ് ചോദിക്കാൻ പറ്റുക? അപ്പൊ ഞാൻ ചോദിക്കാൻ പോവാണ്. മഞ്ഞ കളറുള്ള 4 ഫ്രൂട്ട്സിന്റെ പേര് പറയാം. പഴം, പൂമ്പഴം, മഞ്ഞ കളറുള്ള പഴം, പൈനാപ്പിൾ, മഞ്ഞ കളർ, മഞ്ഞ മഞ്ഞ പാഴക്കയോ? ആ മതി, ടൈമർ കഴിഞ്ഞാച്ചപ്പാ. ലാസ്റ്റ് തേക്കണ്ട. ഇല്ല തേക്കത്തില്ല. ലാസ്റ്റ് തേക്കത്തില്ല. വാ വാ സമയം പോകുന്നത് വരാന്. കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പരിപാടിയുണ്ട്. കുനിയെ അത് പറ്റത്തില്ല. മേലും പിടിക്കും കേട്ടോ. ഇത് ബൗളാണ്. കൺവീനിയിൽ മാത്രം ഞാൻ രക്ഷിച്ചു. നിക്ക്
അപ്പൊ അത് കണ്ടില്ലേ കണ്ണടക്കി കണ്ണടക്കി ഓ അഴക് മാപ്പിള. അപ്പൊ പിന്നെ പോയിട്ട് വേറെ പണിയുണ്ട് പോട്ടെ. അപ്പൊ പോയിട്ടോ നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ആരാ ജയിച്ചേ? ഇപ്പൊ എന്റെ തല വെട്ടിപ്പൊളിക്കുകയാണെങ്കിൽ 1 കിലോ മാവ് കിട്ടും. അപ്പൊ നമ്മൾ ഈ ഗെയിമില് ചലഞ്ചില് ആരാണ് ജയിച്ചതെന്ന് സത്യം പറഞ്ഞാൽ കിളി പോയത് കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് എന്തായാലും കമന്റ് ചെയ്യുക ആരാ ജയിച്ചെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കാം. ഞാനാണ് ഏറ്റവും കൂടുതൽ പണികൾ ഏറ്റവും മേടിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇത്തവണ തോറ്റിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടർന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. എന്തായാലും ഉറപ്പായിട്ട് മറക്കാതെ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒരുപാട് ഇതിനകത്തൊന്ന് പറയാനുണ്ടെന്ന് എനിക്കറിയാം. തെറി വിളിക്കരുത് കമന്റ് ചെയ്ത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ഓക്കെ ബൈ.